രാജ്യത്തെ ആദ്യ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യമായ ഗഗൻയാനിൽ പരിശീലനം നേടുന്ന 4 ബഹിരാകാശ യാത്രികരുടെ പേരുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചു. പി ബാലകൃഷ്ണൻ നായർ, അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, എസ് ശുക്ല എന്നിവരാണിവർ. ഈ 4 പേരിൽ അജിത് കൃഷ്ണനും അങ്കദ് പ്രതാപും പി ബാലകൃഷ്ണൻ നായരും ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരാണ്. കൂടാതെ ബാലകൃഷ്ണൻ നായർ ഒരു മലയാളി കൂടിയാണ്. ഈ മിഷന്റെ വിംഗ് കമാൻഡറാണ് എസ് ശുക്ല. എന്താണ് ഗഗൻയാൻ മിഷൻ? നമുക്ക് നോക്കാം. ഗഗൻയാൻ മിഷൻ എന്ന് പറഞ്ഞാൽ 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഒരു പദ്ധതിയാണ്. 4 അംഗ സംഘത്തെ 400 കിലോമീറ്റർ ഭ്രമണപഥത്തിലേക്ക് 3 ദിവസത്തെ ദൗത്യത്തിനായി വിക്ഷേപിക്കുകയും അവരെ സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരികയും ഇന്ത്യൻ സമുദ്രത്തിലേക്ക് ഇറക്കുകയും ചെയ്യുന്നു. ഇതിനുവേണ്ടി ഹ്യൂമൻ റേറ്റഡ് ലോഞ്ച് വെഹിക്കിൾ എന്നൊരു റോക്കറ്റാണ് ഉപയോഗിക്കുന്നത്. ഈ ലോഞ്ച് വെഹിക്കിളിൽ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന ലൈഫ് സപ്പോർട്ട് സിസ്റ്റം, കൂടാതെ ആസ്ട്രോനോട്ടിന് ട്രെയിനിങ്ങിനായി ഇവോൾവിംഗ് ക്രൂ മാനേജ്മെന്റ് ആസ്പെക്ട് എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. LVM-3 റോക്കറ്റ് ISROയുടെ ഏറ്റവും വിശ്വസ്തമായ ഒരു ഹെവി ലിഫ്റ്റ് ലോഞ്ചറാണ്. ഇതാണ് ഗഗൻയാൻ ദൗത്യത്തിന്റെ വിക്ഷേപണ വാഹനമായി തിരഞ്ഞെടുത്തത്. 34.9 മീറ്ററാണ് ഈ വെഹിക്കിളിന്റെ നീളം. കൂടാതെ 2.1 മീറ്റർ വീതിയും ഉണ്ട് ഇതിന്. ഈ പേടകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് വികാസ് എന്നൊരു റോക്കറ്റ് എഞ്ചിനാണ്. ഈ എഞ്ചിൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്തതാണ്. ഈ പേടകത്തിൻ്റെ അകത്ത് യാത്രികർക്ക് യാത്ര ചെയ്യാനുള്ള ഭാഗമാണ് CM അഥവാ ക്രൂ മൊഡ്യൂൾ. മറ്റൊന്നാണ് CEM അഥവാ ക്രൂ എസ്കേപ്പ് മോഡ്. ഏതെങ്കിലും ഘട്ടത്തിൽ എമർജൻസി ആയി എസ്കേപ്പ് ചെയ്യേണ്ട വന്നാൽ ഇതുവഴിയാണ് എസ്കേപ്പ് ചെയ്യേണ്ടത്. ക്രൂ മൊഡ്യൂളിന് 3.1 മീറ്റർ നീളവും 2.97 മീറ്റർ വീതിയുമാണുള്ളത്. കൂടാതെ 4520 കിലോഗ്രാമാണ് ഇതിൻ്റെ ഭാരം. ബഹിരാകാശ പേടകം ലോഞ്ച് ചെയ്ത് 12 കിലോമീറ്റർ കഴിയുമ്പോൾ റോക്കറ്റ് ക്രൂ മൊഡ്യൂളിൽ നിന്നും വേർപെടുന്നു. അതിനുശേഷം ക്രൂ മൊഡ്യൂളിൽ ഘടിപ്പിച്ചിരിക്കുന്ന 5 മോട്ടോർ വഴിയാണ് വാഹനം പ്രവർത്തിക്കുന്നത്. ഈ മോട്ടോറിൻ്റെ സഹായത്തോടെ ക്രൂ മൊഡ്യൂൾ ഭൂമിക്ക് ചുറ്റും വലയം വയ്ക്കുന്നു. ക്രമേണ ഈ ക്രൂ മൊഡ്യൂൾ ഭൂമിയുടെ പ്രതലവുമായുള്ള ദൂരം കൂട്ടിക്കൂട്ടി കൊണ്ടുവരുന്നു. ഇത് ഭൂമിയിൽ നിന്നും 400 കിലോമീറ്റർ ഉയരത്തിൽ വരെ ഉയർത്തുന്നു. ഇങ്ങനെ 400 കിലോമീറ്റർ ഉയരത്തിലാണ് ഗഗൻയാൻ മിഷൻ നടക്കുന്നത്. ഇത് ഭൂമിക്ക് ചുറ്റുമായി 4 മുതൽ 7 ദിവസം വരെ പര്യവേഷണങ്ങൾ നടത്തുന്നു. ഈ 7 ദിവസങ്ങൾക്ക് ശേഷമാണ് ആസ്ട്രോനോട്ടുകൾ തിരികെ ഭൂമിയിലേക്ക് മടങ്ങി വരുന്നത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.